ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ ഗൗരവമേറിയ ഒരു വിഷയവുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ സമാധാനം കെടുത്തുന്ന ചില വാർത്തകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഇത് സാമ്പത്തികമായി മാത്രമല്ല, വൈകാരികമായും നമ്മളെ എങ്ങനെ ബാധിക്കുമെന്ന് ഓരോ മലയാളിയും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ദയവായി മുഴുവനായി കാണുക. സമാധാനത്തിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. കടലിനക്കരെയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പേടിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദൂരെയുള്ള ഏതോ രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണെന്ന് കരുതി നമുക്ക് ഇതിനെ തള്ളിക്കളയാനാകില്ല. ആ യുദ്ധം നമ്മുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇറാൻ ഇസ്രായേൽ സംഘർഷം വെറുമൊരു വാർത്തയല്ല. അത് നിങ്ങളുടെ അടുക്കളയിലെ ഗ്യാസ് സ്റ്റവിനെയും കുഞ്ഞിന് കൊടുക്കുന്ന പാലിന്റെ വിലയെയും വരെ ബാധിക്കാൻ പോകുന്ന ഒന്നാണ്. സാമ്പത്തികമായി മാത്രമല്ല, പ്രവാസികളായ ലക്ഷക്കണക്കിന് നമ്മുടെ സഹോദരങ്ങളുടെ സുരക്ഷയും ഇന്ന് ചോദ്യചിഹ്നമാണ്. ലോകത്തിന്റെ ഒരു ഭാഗത്ത് വീഴുന്ന ഓരോ ബോംബും മറ്റൊരു ഭാഗത്ത് പട്ടിണിയും ആശങ്കയുമാണ് വിതയ്ക്കുന്നത്. അത് എങ്ങനെയെന്ന് നമുക്ക് വിശദമായി നോക്കാം. ലോകത്തിന്റെ എണ്ണക്കപ്പലുകൾ കടന്നുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ഹോർമുസ് കടലിടുക്ക്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡി എന്ന് ഇതിനെ വിളിക്കാം. ഇവിടെ ഒരു ചെറിയ തടസ്സം ഉണ്ടായാൽ പോലും അത് ഇന്ത്യയെയും സാധാരണക്കാരായ നമ്മളെയും ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്ന് നോക്കാം. അടുക്കളയിലെ ഗ്യാസ്. നമ്മുടെ വീട്ടിലെ LPG വരുന്നത് ഇത്തരം കപ്പലുകളിലൂടെയാണ്. യുദ്ധം കാരണം കപ്പൽ മാർഗങ്ങൾ തടസ്സപ്പെട്ടാൽ ഗ്യാസ് സിലിണ്ടറിന് വൻ വിലക്കയറ്റം ഉണ്ടാകാം. അല്ലെങ്കിൽ സിലിണ്ടർ കിട്ടാൻ തന്നെ പ്രയാസമാകുന്ന ഒരു സാഹചര്യം വരും. നമ്മുടെ അടുക്കള ബഡ്ജറ്റ് അതോടെ താളം തെറ്റും. സാധനങ്ങളുടെ വില. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുന്നത് നേരിട്ട് ബാധിക്കുന്നത് സാധനങ്ങളുടെ കടത്തു വാടകയാണ്. ലോറി വാടക കൂട്ടുമ്പോൾ അരി, പച്ചക്കറി, പാൽ തുടങ്ങിയ ഓരോ സാധാരണക്കാരനും ജീവിക്കാൻ ആവശ്യമായ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും ഇരട്ടി വില നൽകേണ്ടി വരും. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. യുദ്ധം വരുന്നത് അവരുടെ ജോലിയെയും സുരക്ഷിതത്വത്തെയും നേരിട്ട് ബാധിക്കും. അവർ അയക്കുന്ന പണമാണ് കേരളത്തിന്റെ സാമ്പത്തിക നട്ടെല്ല്. അവരുടെ സുരക്ഷ ഭീഷണിയിലായാൽ അത് നമ്മുടെ നാട്ടിലെ സാമ്പത്തിക ഭദ്രതയെ തന്നെ തകർക്കും. അടുത്തതായി ആരോഗ്യ മേഖല. അത്യാവശ്യ മരുന്നുകളുടെ വില കൂടാനും അവയുടെ ലഭ്യത കുറയാനും ഇത് കാരണമാകും. യുദ്ധം ഭയവും പട്ടിണിയും അനാഥത്വവും മാത്രമേ നൽകുന്നുള്ളൂ. അത് ആർക്കും ഒരു ഗുണവും ചെയ്യില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ ഭയം നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഈ നിമിഷം ഭയപ്പെടുകയല്ല, മറിച്ച് പ്രത്യാശിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം സമാധാനത്തിനായി ആഗ്രഹിക്കുക എന്നുള്ളതാണ്. പ്രപഞ്ചത്തിന്റെ പോസിറ്റീവ് ഊർജം സമാധാനത്തിനായി നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കേണ്ട സമയമാണിത്. നമ്മുടെ പോസിറ്റീവായ ചിന്തകൾക്ക് പ്രപഞ്ചത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ലോകത്തിന്റെ ഈ അവസ്ഥ മാറാൻ, സമാധാനം തിരികെ വരാൻ നമുക്ക് ഒരേ മനസ്സോടെ ആഗ്രഹിക്കാം. നമുക്ക് ഒരുമിച്ച് ഈ 20 കൃതജ്ഞതാ അഫർമേഷനുകൾ പറയാം. ലോക സമാധാനത്തിനായുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ്. ലോകമെമ്പാടും സമാധാനത്തിന്റെ തണൽ വിരിയുന്നതിന് നന്ദി. ഭരണാധികാരികളുടെ മനസ്സിൽ യുദ്ധത്തിന് പകരം ചർച്ചകൾക്ക് വഴി തെളിയുന്നതിന് നന്ദി. എല്ലാ രാജ്യങ്ങൾക്കിടയിലും സ്നേഹവും സഹകരണവും വർദ്ധിക്കുന്നതിന് നന്ദി. ഇന്ത്യയും ലോകവും സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്ക് മടങ്ങുന്നതിന് നന്ദി. കപ്പൽ മാർഗങ്ങൾ സുരക്ഷിതമാകുന്നതിനും തടസ്സമില്ലാതെ വിഭവങ്ങൾ എല്ലാവരിലും എത്തുന്നതിനും നന്ദി. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രണത്തിലായതിനു നന്ദി. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ എല്ലായിടത്തും സുരക്ഷിതരായിരിക്കുന്നതിന് നന്ദി. ലോകം ഭയത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തമായതിന് നന്ദി. സമാധാനത്തിന്റെ പ്രകാശം ഓരോ വീട്ടിലും ഓരോ മനസ്സിലും നിറയുന്നതിന് നന്ദി. കുട്ടികൾക്ക് പേടിക്കാതെ പുറത്തിറങ്ങി കളിക്കാൻ കഴിയുന്ന ഒരു ലോകമുണ്ടായതിന് നന്ദി. മനുഷ്യർ തമ്മിലുള്ള എല്ലാ വിദ്വേഷങ്ങളും സ്നേഹമായി മാറുന്നതിന് നന്ദി. പ്രകൃതിയും ലോകവും ശാന്തമാകുന്നതിന് നന്ദി. ആയുധങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നതിനും സ്നേഹം വലിയ ആയുധമായി മാറുന്നതിനും നന്ദി. ഓരോ നിമിഷവും സമാധാനത്തിന്റെ നല്ല വാർത്തകൾ മാത്രം വരുന്നതിന് നന്ദി. ആഗോള വിപണികൾ ശാന്തമാകുന്നതിനും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും നന്ദി.
ലോകത്തിലെ എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങളും സമാധാനത്തോടെ ഉറങ്ങുന്നതിന് നന്ദി. എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനപരമായ പരിഹാരമുണ്ടാകുന്നതിന് നന്ദി. ഭൂമി സ്വർഗതുല്യമായ ശാന്തിയിലേക്ക് മാറുന്നതിന് നന്ദി. നമ്മൾ എല്ലാവരും സമാധാനത്തിന്റെ കാവൽക്കാരായി മാറുന്നതിന് നന്ദി. ലോകം മുഴുവൻ സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്നതിന് നന്ദി. നന്ദി, നന്ദി, നന്ദി. താങ്ക് യു യൂണിവേഴ്സ്. ഈ വാക്കുകൾ വെറും വാക്കുകളല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ആഗ്രഹങ്ങളാണ്. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. ഒരുപാട് പേർ ഒരേ സമയം സമാധാനത്തിനായി ചിന്തിക്കുമ്പോൾ തീർച്ചയായും വലിയ മാറ്റങ്ങൾ സംഭവിക്കും. യുദ്ധത്തിന് പകരം സ്നേഹവും സമാധാനവും പുലരുന്ന ഒരു നല്ല നാളേക്കായി നമുക്ക് പ്രത്യാശ കൈവിടാതെ ഇരിക്കാം. താങ്ക് യു.